മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം എന്നുള്ളത് എല്ലാവരുടെയും സഹജമായിട്ടുള്ളൊരു ആഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മുടെ വാല്യൂ ഇടിയുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വാല്യൂ ഇടിയാൻ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വാല്യൂ കളയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് പറയാനുള്ളത്, അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം അത് മാറ്റി പറയുന്ന ആളുകളെ സമൂഹം വിലമതിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് അല്ലേ. ഒരു അഭിപ്രായം പറയും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം ആളുകളെ സമൂഹം മുഖവിലയ്ക്ക് എടുക്കില്ല അല്ലെങ്കിൽ വാല്യൂ കൽപ്പിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ഒരിക്കലും മാറ്റി പറയാതിരിക്കുക. വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അത് നിറവേറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ മറ്റുള്ളവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിരന്തരം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. അത് ചിലപ്പോൾ നമ്മുടെ ചില അസുഖങ്ങളെ പറ്റിയിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കല്യാണം അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. എന്തായി കല്യാണം അങ്ങനെ ചോദിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ നിരന്തരം നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളെ നിരന്തരം നമ്മളെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി ചോദിക്കുന്ന ആളുകൾ പരമാവധി വാല്യൂ കൽപ്പിക്കില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം പറയാനുള്ളത്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ. അത്തരം ആളുകൾക്ക് മുന്നിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഒരു അറിവും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി എനിക്കത് അറിയാം എന്നുള്ള രീതിയിൽ അത് ഈ കേൾക്കുന്നവർക്കും അറിയാം. അതാണ് ഏറ്റവും രസം. അപ്പം അതുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വാല്യൂ കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ആളുകൾ അല്ലേ, പരസ്പരാശ്രയത്വം, അത് പലപ്പോഴും ആളുകൾ വാല്യൂ കൽപ്പിക്കാത്ത അതല്ലെങ്കിൽ നമുക്ക് ബഹുമാനം കിട്ടാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ചുറ്റും. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആക്കാത്ത ആളുകളെ അതല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ പലപ്പോഴും ആളുകൾ വാല്യൂ കൽപ്പിക്കില്ല എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് ഓവർ ഷെയറിങ് എന്നുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ കുറവുകളൊക്കെ പലപ്പോഴും പല ആളുകളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളെ വാല്യൂ കുറച്ച് കാണാനായിട്ടൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ആളുകളുടെ അടുത്തും അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മളോട് വളരെ ഇൻറ്റിമസി ഉള്ള അതല്ലെങ്കിൽ നമ്മളെ തിരുത്താനും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ആളുകളോട് നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും. അതല്ലാണ്ട് അർഹരല്ലാത്ത എല്ലാ ആളുകളോടും നമ്മുടെ കുറവുകൾ പറയുന്നത് അവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും നമ്മുടെ വാല്യൂ അവരുടെ മുന്നിൽ ഇടിയാനും ഒക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമ്മളാണ് എടുക്കേണ്ടത്, അതിന് മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടതല്ല എന്നുള്ളതാണ്. അപ്പോൾ അന്തിമമായിട്ടുള്ള തീരുമാനം എന്ത് തന്നെ ആയാലും അത് നമ്മുടേത് തന്നെ ആവണം. അപ്പോൾ അതിന് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അവരുടെ കണ്ണിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ അവന് പ്രാപ്തിയില്ല എന്നുള്ളൊരു ധാരണയിലേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ വാല്യൂ ഇടിയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്വജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാതലായിട്ടുള്ളൊരു മാറ്റം വരുത്തുക. മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം, ഇത് നമ്മുടെ വീഡിയോയുടെ 50ാമത്തെ എപ്പിസോഡാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കുള്ള നന്ദിയും അതുപോലെ തന്നെ ഒരു ആശംസയും കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു.